ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോളിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് ടൈപ്പ് ആക്സസ് കൺട്രോൾസ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഡിസ്ക്രിഷണറി ആൻഡ് സെക്കൻഡ് ഇസ് മാൻഡേറ്ററി, തേർഡ് വൺ ഇസ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഡാക് സിസ്റ്റം നമ്മൾ പഠിച്ചു. ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോളറിൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഓണറുടെ ഡിസ്ക്രിഷനാണ് ആർക്കൊക്കെ ആക്സസ് റൈറ്റ്സ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ആക്സസ് റൈറ്റ്സ് അല്ലെ പെർമിഷനുള്ള ഒരു സബ്ജക്റ്റിന് വേറെ സബ്ജക്ട്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെർമിഷനിലെ ഓണർഷിപ്പ് ഉള്ള ആൾക്കാർ വേണമെങ്കിൽ ആക്സസ് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനിയിപ്പോൾ DASലാണെങ്കിൽ നമ്മൾ ആക്സസ് റൈറ്റ്സ് ഓരോ യൂസേഴ്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അവരെയാണ് നമ്മൾ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ഇനി RBACലാകുമ്പോഴത്തേക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റോൾസ് ദാറ്റ് ദ യൂസേഴ്സ് അസ്യൂം ഇൻ ദ സിസ്റ്റം. അപ്പോൾ യൂസറിൻ്റെ ഐഡൻറ്റിറ്റി അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, പകരം യൂസറിൻ്റെ റോളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളുടെ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ ആ ഓരോ യൂസറിന് ഉള്ള റോൾ എന്താണോ ആ റോളിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ ആക്സസ് പെർമിഷൻസ് കൊടുക്കുക. അപ്പോൾ RBAC മോഡലിൽ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ജോബ്, അതിനാണ് നമ്മൾ റോളായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ യൂസേഴ്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന് ആക്സസ് പെർമിഷൻസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ റോൾസിന് സ്പെസിഫിക് ആയിട്ട് ആക്സസ് പെർമിഷൻസ് കൊടുക്കുന്ന മോഡലാണ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ മോഡൽ. അപ്പോൾ ഇവിടെ ആക്സസ് റൈറ്റ്സ് ആർ അസൈൻ ടു റോൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽ യൂസേഴ്സ്. ഇനിയിപ്പോൾ യൂസേഴ്സിന് ഈ റോൾസ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, യൂസേഴ്സിന് ഓരോ പർട്ടിക്കുലർ റോളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നത് സ്റ്റാറ്റിക് ആയിട്ടോ ഡൈനാമിക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഇനി യൂസേഴ്സ് റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ യൂസറും റോളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ മെനി ടു മെനിയാണ്. അപ്പോൾ പല യൂസേഴ്സിന് ഒരേ റോൾ പറ്റും. അതുപോലെ ഒരു യൂസറിന് കുറേ യൂസേഴ്സിന് തന്നെ നെക്സ്റ്റ് നമ്മൾ റിലേഷൻഷിപ്പ് ഓഫ് യൂസേഴ്സ് ആൻഡ് റോൾസ് ആണ് പറയുന്നത്. അപ്പോൾ ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെനി ടു മെനി റിലേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പുറത്തും മെനി പോസിബിളാണ്, റോൾസിൻ്റെ കേസിലും മെനി നമുക്ക് പോസിബിളാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ റോൾസ് ടു റിസോഴ്സ് എന്ന് പറഞ്ഞ റിലേഷനും, അതും മെനി ടു മെനി റിലേഷനാണ്. ഇനി നമ്മളൊരു എൻവയോൺമെൻറ്റിനുള്ളിലാണെങ്കിൽ നമ്മുടെ യൂസേഴ്സിന് ഇടയ്ക്ക് വേണമെങ്കിൽ ചേഞ്ച് ആവാം. അപ്പോൾ ആ ഒരു യൂസർ നമ്മൾ റോളിന് അസൈൻ ചെയ്യുന്നതും നമുക്ക് മാറ്റം വരുന്ന സിറ്റുവേഷൻ വരാം. അപ്പോൾ അത് ഡൈനാമിക് ആയിട്ട് ഈ അസൈൻമെൻറ്റ് ഓഫ് യൂസർ ടു വൺ ഓർ മോർ റോൾസ് നമുക്ക് ഡൈനാമിക് ആയിട്ട് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷേ നമ്മളുടെ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റിലുള്ള സെറ്റ് ഓഫ് റോൾസ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ അത്യാവശ്യം സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ റോളിന് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ വരില്ല. ഒക്കേഷണലി മാത്രം അതിലേക്ക് അഡീഷൻസ് അല്ലെങ്കിൽ ഡിലീഷൻസ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ. ഇപ്പോൾ 3 കമ്പോണൻസിനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്: യൂസേഴ്സ്, റോൾസ് ആൻഡ് റിസോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂസേഴ്സും റോൾസും തമ്മിലുള്ള റിലേഷൻ മെനി ടു മെനിയാണ്, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റോൾസ് ടു റിസോഴ്സസ് റിലേഷനും മെനി ടു മെനിയാണ്. അപ്പോൾ ഈ ഓർഗനൈസേഷനുള്ളിൽ ഉള്ള ഫംഗ്ഷൻസിനുള്ള ജോബ്സിനെയാണ് നമ്മൾ ഓരോ റോൾസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ യൂസേഴ്സിന് നമ്മൾ ഓരോ റോൾസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കേസിലാണ് ഫസ്റ്റ് യൂസറും സെക്കൻഡ് യൂസറും ഈ റോൾ 1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ റോൾ 2 ആയിട്ട് നമ്മളുടെ ഈ തേർഡ് യൂസർ മാത്രം. ഈ തേർഡ് യൂസറിന് റോൾ 2 ഉണ്ട്, റോൾ 3 ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മെനി ടു മെനി റിലേഷനാണെന്നുള്ളത്. ഇനി ഈച്ച് റോൾ വിൽ ഹാവ് സ്പെസിഫിക് ആക്സസ് റൈറ്റ്സ് ടു 1 or more റിസോഴ്സസ്. അപ്പോൾ ഓരോ റോളിനും നമ്മൾ പെർമിഷൻ സ്പെസിഫൈ ചെയ്യുന്നു. ഏതെല്ലാം റിസോഴ്സുകളെയാണോ ആൾക്ക് ആക്സസ് ചെയ്യേണ്ടത്, എന്തെല്ലാം ആക്സസ് പെർമിഷൻസ് ആണുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ റോളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആക്സസ് റൈറ്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇനി നമ്മളിവിടെ ഒരു ആക്സസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആക്സസ് മെട്രിക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസേഴ്സിനെ കാണാം, ഇവിടെ റോൾസിനെ കാണാം. അപ്പോൾ നമ്മൾ RBAC സിസ്റ്റത്തിലെ കീ എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ യൂസേഴ്സിനെ റോൾസുമായിട്ട് ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുകയാണ് ഈ മെട്രിക്സിൻ്റെ പർപ്പസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം യൂസേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്, റോൾസിൻ്റെ എണ്ണം കുറവാണ്. സോ ദർ വിൽ ബി മെനി മോർ യൂസേഴ്സ് ദാൻ റോൾസ്. ഇനി ഓരോ മെട്രിക്സ് എൻട്രി നോക്കിയാൽ അതിൻ്റെ അകത്ത് ബ്ലാങ്ക് ആയിട്ട് എൻട്രീസ് വരാം, അല്ലെങ്കിൽ മാർക്ക്ഡ് ആയിട്ടുള്ള എൻട്രീസ് വേണമെങ്കിലും വരാം. ഇനി മാർക്കിംഗ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യൂസർ ഈ റോളിലേക്ക് അസൈൻഡ് ആണെന്നുള്ളതാണ് മീനിങ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ U1 ഈസ് അസൈൻ ടു റോൾ R1. അതുപോലെ തന്നെ U2 ഈസ് ഓൾസോ അസൈൻ ടു റോൾ R1. അതുപോലെ UM ഈസ് ഓൾസോ അസൈൻ ടു റോൾ R1. അപ്പോൾ ഒരു യൂസറിന് നമുക്ക് ഇപ്പോൾ 3 യൂസേഴ്സ് നമ്മളോട് ഒരു റോളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് മേ ബി അസൈൻഡ് എ സിംഗിൾ റോൾ. അതേപോലെ തന്നെ ഒരു യൂസറിന് പല റോൾസ് വേണമെങ്കിലും അസൈൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ U3 എന്ന് പറഞ്ഞ യൂസറിന് നോക്കുകയാണെങ്കിൽ R2 എന്ന് പറഞ്ഞ റോളും ആൾക്ക് അസൈൻഡ് ആണ്. അതുപോലെ RN എന്ന് പറയുന്ന റോളും ആൾക്ക് അസൈൻഡ് ആണ്. അപ്പോൾ ഒരു സിംഗിൾ യൂസറിന് മൾട്ടിപ്പിൾ റോൾസ് പോസിബിളാണ്. അതുപോലെ തന്നെ സിംഗിൾ റോളുള്ള മൾട്ടിപ്പിൾ യൂസേഴ്സും പോസിബിളാണ്. അപ്പോൾ അതിൽ മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ യൂസർ ആ റോളിലേക്ക് അസൈൻഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്.
ഇനി നമ്മൾ ആക്സസ് കൺട്രോളിൽ ചെറിയ മോഡിഫിക്കേഷൻ ആക്സസ് മെട്രിക്സിലെ മോഡിഫിക്കേഷൻ വരുത്തിയുള്ള പ്രസൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച ആക്സസ് മെട്രിക്സിലാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്ജക്ട്സിനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്, ഇവിടെ ഒബ്ജക്ട്സ്. അപ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ ഡയമെൻഷനിൽ ചേഞ്ച് ഒന്നുമില്ല, ഇവിടെ സബ്ജക്റ്റിൻ്റെ ഡയമെൻഷനിൽ ചേഞ്ച് വന്നു. നമ്മൾ അവിടെ എന്താ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, സബ്ജക്ട്സിന് പകരം നമ്മൾ യൂസേഴ്സ് അല്ലെ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനെ മാറ്റി പകരം യൂസേഴ്സിന് പകരം നമ്മളുടെ റോൾസിനെയാണ് സബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ സെയിം സ്ട്രക്ചർ ആസ് ദ DAC ആക്സസ് കൺട്രോൾ മെട്രിക്സ്, സബ്ജക്റ്റ് ആയിട്ട് എന്ത് വരും, റോൾസ് വരും. അപ്പോൾ റോൾസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും, പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അത് ഓൾമോസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എപ്പോഴും അതിൽ ചേഞ്ചസ് അപ്ഡേഷൻസ് ഒന്നും ഈ റോൾസിൻ്റെ കേസിൽ ഉണ്ടാവില്ല. ദർ ആർ ഫ്യൂ റോൾസ് ആൻഡ് മെനി ഒബ്ജക്ട്സ് ഓർ റിസോഴ്സസ്. അപ്പോൾ അവർക്ക് ഈ കറസ്പോണ്ടിങ് റോളിലുള്ള ഏത് യൂസറിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർമിഷൻ ആ കറസ്പോണ്ടിങ് ഒബ്ജക്ട്സിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് റോളുള്ള ആൾക്ക് ഈ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിലേക്കുള്ള ആക്സസ് റൈറ്റ്, അതാണ് നമ്മൾ ഈ എൻട്രിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എ റോൾ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആൻ ഒബ്ജക്റ്റ് അലോയിങ് ദ ഡെഫിനേഷൻ ഓഫ് റോൾ ഹയറാർക്കി. ഇനി ഓരോ റോളിനും നമ്മൾ ഒരു മിനിമം സെറ്റ് ഓഫ് ആക്സസ് റൈറ്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ 3 റോൾസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഫസ്റ്റ് റോൾ എന്ന് വെച്ചാൽ ഏറ്റവും ലോ ലെവലായിട്ടുള്ള ആൾ, അപ്പോൾ അയാൾക്കുള്ള കുറച്ച് പെർമിഷൻസ് നമ്മൾ സെറ്റ് ചെയ്യും. ഇനി സെക്കൻഡ് റോൾ എന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ചും കൂടി ഹയർ ലെവലായിട്ടുള്ള ആൾക്ക് കുറച്ച് കൂടി ആക്സസ് പെർമിഷൻസ് കുറച്ചുകൂടി കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ റോളിലേക്ക് ഒരു യൂസറിനെ അസൈൻ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് വേണ്ട മിനിമം സെറ്റ് ഓഫ് ആക്സസ് റൈറ്റ്സ് ആയിരിക്കും ആ റോളിലുള്ളത്. റോളിലുള്ള ആക്സസ് റൈറ്റ്സ് തന്നെയായിരിക്കും അത് ആ റോളിലേക്ക് അസൈൻഡ് ആവുന്ന ഓരോ യൂസറിനും കിട്ടുക. So a user is assigned to a role that enables him or her to perform only what is required for that role. അപ്പോൾ ആ റോളിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള എന്തുമാത്രം മിനിമം ആക്സസ് പെർമിഷൻസ് ഉണ്ടോ അത്രയും ആ റോളിലേക്ക് അസൈൻഡ് ആവുന്ന ഓരോ യൂസേഴ്സിനും കിട്ടും. ഇനി പല യൂസേഴ്സിന് സെയിം റോളിൽ നമുക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ അവർക്ക് 2 പേർക്കും അല്ല എത്ര പേരുണ്ടോ അവർക്കെല്ലാം ആ മിനിമം സെറ്റ് ഓഫ് ആക്സസ് റൈറ്റ്സ് ഉണ്ടാവും. നെക്സ്റ്റ് RBAC റെഫറൻസ് മോഡൽസ്. അപ്പോൾ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് മോഡൽസിനെ പറ്റിയാണ് അടുത്ത പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് സർവീസുകളെല്ലാം അത് പ്രൊവൈഡ് ചെയ്യും. മെയിനായിട്ട് 4 റെഫറൻസ് മോഡൽസാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. RBAC 0 ദാറ്റ് ഈസ് എ ബേസ് മോഡൽ, RBAC 1, 2 and 3. അപ്പോൾ RBAC 0 എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ഫംഗ്ഷനാലിറ്റി ഉള്ള ബേസ് മോഡൽ എന്ന് പറഞ്ഞു. ഇനി RBAC 1 എന്ന് പറയുമ്പം RBAC 0യുടെ ഫംഗ്ഷനാലിറ്റി ഒക്കെ ഇതിനുള്ള കൂടി ഉണ്ട്. അത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതാണ് റോൾ ഹയറാർക്കി എന്ന് പറയുന്നത്. ആൻഡ് ആഡ്സ് റോൾ ഹയറാർക്കീസ് വിച്ച് എനേബിൾ വൺ റോൾ ടു ഇൻഹെറിറ്റ് പെർമിഷൻസ് ഫ്രം അനദർ റോൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. റോൾ ഹയറാർക്കി എന്ന് പറയുമ്പോൾ ഒരു റോളിന് വേറെ ഒരു റോളിൻ്റെ പെർമിഷൻസിനെ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേർഡ് വൺ ഈസ് RBAC 2. അപ്പോൾ അതിൻ്റെ അകത്തും ഇൻക്ലൂഡ്സ് RBAC 0 അതിനുള്ളിലും ഉണ്ട്. അഡീഷണൽ ആയിട്ട് വരുന്നത് ആഡ്സ് കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്മൾ RBAC സിസ്റ്റത്തിലെ കമ്പോണൻസ് നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പം അതിന് പാലിക്കാൻ നോക്കേണ്ട റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് അതാണ് ഈ കൺസ്ട്രെയിൻസിനുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി RBAC 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള 3 എണ്ണത്തിൻ്റെയും ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 0യുടെയും 1ൻ്റെയും 2ൻ്റെയും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് RBAC 3 എന്ന് പറയുന്ന കൺസോളിഡേറ്റഡ് മോഡൽ. അപ്പോൾ 4 റെഫറൻസ് മോഡൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് RBAC 0 ദാറ്റ് ഈസ് ദ ബേസ് മോഡൽ. ഇനി ബേസ് മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 4 ടൈപ്പ് എൻറ്റിറ്റീസാണ് നമ്മൾ ഈ ബേസ് മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് യൂസർ, പിന്നൊന്ന് റോൾ, പിന്നൊന്ന് പെർമിഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സെഷൻ. അപ്പോൾ യൂസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കറസ്പോണ്ടിങ് സിസ്റ്റത്തെ ആക്സസ് ചെയ്യുന്ന ഏത് ഇൻഡിവിജ്വലാണോ ആ ഇൻഡിവിജ്വലാണ് നമ്മൾ യൂസറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ യൂസറിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസർ ID കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി റോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ജോബ് അത് നമ്മൾ നെയിം ചെയ്ത് തന്നെ റോളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഓരോ റോളും ആ റോളിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അതോറിറ്റി അല്ലെങ്കിൽ ആൾക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്താണോ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് റോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പെർമിഷൻ നമുക്കറിയാം നമുക്ക് എന്ത് ടൈപ്പ് ആക്സസ് ആണ് ഒന്നോ അതിൽ നമുക്ക് ഒബ്ജക്ട്സിലേക്ക് ഉള്ളത് എന്നുള്ളത് നമ്മളിതിൻ്റെ അപ്പോൾ അപ്രൂവൽ ഓഫ് പെർട്ടിക്കുലർ മോഡ് ഓഫ് ആക്സസ് ടു 1 or more ഒബ്ജക്ട്സ്. അപ്പോൾ ആക്സസ് നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഗ്രാൻഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുക ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പെർമിഷൻ എന്നുള്ള എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം ഒബ്ജക്ട്സിന് എന്തെല്ലാം ആക്സസ് റൈറ്റ്സ് ഉണ്ട് അതെങ്ങനെ ആരെപ്പോൾ ഗ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് പറയുന്ന ടേംസാണ് ആക്സസ് റൈറ്റ്, പ്രിവിലേജ്, ഓതറൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് എൻറ്റിറ്റി ഈസ് സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസറും ഈ നമ്മുടെ റോൾസും തമ്മിലുള്ളൊരു മാപ്പിംഗ് ആണ്. അപ്പോൾ ഇറ്റ്സ് എ മാപ്പിംഗ് ബിറ്റ്വീൻ എ യൂസർ ആൻഡ് എൻ ആക്ടിവേറ്റഡ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഓഫ് റോൾസ് ടു വിച്ച് ദ യൂസർ ഇസ് അസൈൻ. അപ്പോൾ യൂസേഴ്സും ആ യൂസറിന് കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം റോൾസാണോ ആ സെറ്റും തമ്മിലുള്ള മാപ്പിംഗ് അതാണ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ RBACയുടെ ബേസ് മോഡലിൻ്റെ റെഫറൻസ് മോഡൽ RBAC 0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ 4 ടൈപ്പ് എൻറ്റിറ്റീസ് ആണുള്ളത്. ഒന്ന് യൂസർ, രണ്ടാമത് ആ യൂസറിൻ്റെ റോള്, മൂന്നാമത് പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സസ് റൈറ്റ്സ്, നാലാമത് സെഷൻ ദാറ്റ് ഈസ് എ മാപ്പിംഗ് ഫ്രം യൂസർ ടു റോൾ. അപ്പോൾ ഈ 4 കൂടെ കൂടുതലുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്.
4 ടൈപ്പ് എൻറ്റിറ്റി നമ്മൾ പറഞ്ഞത് ഇവിടെ കാണാം. യൂസേഴ്സ് ഉണ്ട്, റോൾസ് ഉണ്ട്, ഇതാണ് പെർമിഷൻ, ദിസ് ഈസ് ഫോർ സെഷൻ. അപ്പോൾ ഇനി ഫിഗറിൻ്റെ അകത്ത് സിംഗിൾ ഹെഡഡ് ആരോ ഉണ്ട്, ഡബിൾ ഹെഡഡ് ആരോയും ഉണ്ട്. അപ്പോൾ സിംഗിൾ ഹെഡഡ് ആണെങ്കിൽ ആ മാപ്പിംഗ് 1 എന്നും ഡബിൾ ഹെഡ് ആണെങ്കിൽ മെനി എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി യൂസേഴ്സും റോൾസും തമ്മിൽ മെനി ടു മെനി മാപ്പിംഗ് ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ യൂസറിനെ ഏത് റോളിലേക്ക് അസൈൻ ചെയ്യുന്നു, അതാണ് യൂസർ അസൈൻമെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ റോൾസും പെർമിഷൻസും തമ്മിലും മെനി ടു മെനി അസൈൻമെൻ്റ് ആണ്. അപ്പോൾ പെർമിഷൻസ് അസൈൻ ചെയ്യുക, ഓരോ റോളിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തെല്ലാം ആക്സസ് പെർമിഷൻസ് ഏതെല്ലാം ഒബ്ജക്ട്സിൻ്റെ മേൽ ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെയും റോൾസ് ടു പെർമിഷൻ മാപ്പിങ്ങും മെനി ടു മെനിയാണ്. ഇനി ഈ റോൾസിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ റോൾ ഹൈറാർക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. റോൾ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമ്മൾ റോൾസിനെ നമ്മളൊരു ഹൈറാർക്കിക്കൽ ഫോമിൽ അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് റോൾസിൻ്റെ ഇപ്പോൾ താഴെയുള്ള ലെവലിലുള്ള റോൾസിൻ്റെ ആക്സസ് റൈറ്റ്സ് മുകളിൽ ഹൈറാർക്കിയിൽ മുകളിലുള്ള ആൾക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഷനായിരുന്നു. ഇപ്പോൾ സെഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂസേഴ്സും സെഷനുമായിട്ട് 1 to many മാപ്പിംഗ് ആണ്, അതുപോലെ സെഷനും റോളുമായിട്ട് 1 to many മാപ്പിംഗ് ആണ്. അപ്പോൾ യൂസേഴ്സ് എന്ത് ടാസ്ക്കാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അല്ല അവർക്ക് വേണ്ട റോൾസിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പ്രോസസ്സിംഗ് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 മെനി ടു മെനി റിലേഷൻഷിപ്പ് കണ്ടു, ഒന്ന് യൂസർ ടു റോൾ, അതുപോലെ റോൾസ് ടു പെർമിഷൻ. അപ്പോൾ ഈ 2 മെനി ടു മെനി റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതൽ ഈ പെർമിഷൻസ് അസൈൻ ചെയ്യാനായിട്ട് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഗ്രാനുലാരിറ്റി ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അല്ല അതിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിലുള്ള ഇഷ്യൂ ഇപ്പോൾ യൂസേഴ്സിന് ആവശ്യമുള്ളതിൽ കൂടുതൽ ആക്സസ് നമ്മൾ ഗ്രാൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവർക്ക് ഏറ്റവും ലീസ്റ്റ് പ്രിവിലേജ് കൊടുക്കുക യൂസറിന്, അതാണ് ഇവിടെ നമ്മൾ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് റെഫറൻസ് മോഡൽ എന്ന് പറയുന്നതാണ് RBAC 1. അപ്പോൾ നമ്മൾ 4 റെഫറൻസ് മോഡൽസ് ആണ് പറഞ്ഞത്, RBAC 0, 1, 2, 3. അതായത് 0 നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ബേസ് മോഡൽ, ഇനി സെക്കൻഡ് വൺ ഈസ് RBAC 1. അപ്പോൾ ഇവിടെ നമ്മൾ റോൾ ഹൈറാർക്കീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോൾ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റോൾസിൻ്റെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ നമ്മൾ ഫോം ചെയ്യുക. അപ്പോൾ റോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിലുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷൻസിനാണ് നമ്മൾ റോൾസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ റോൾസിനെ ഇപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളെ നമ്മൾ ഹൈറാർക്കിക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മുകളിൽ കൊടുക്കും, അതിനേക്കാളും കുറച്ച് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കുറച്ച് പ്രിവിലേജ് ഉള്ള ആൾ അതിനെ താഴേക്കാക്കും. അപ്പോൾ അങ്ങനെ റോൾസിനെ തന്നെ നമ്മൾ ഒരു ഹൈറാർക്കിക്കൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്ക് കൂടുതൽ ആക്സസ് പെർമിഷൻസും ഉണ്ടാവും. അതുപോലെ സബോർഡിനേറ്റ് ആയിട്ടുള്ള താഴെയുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ മുകളിലുള്ള ആളുടെ ആക്സസ് റൈറ്റ്സിൻ്റെ ഒരു സബ്സെറ്റ് എവിടെ ഉണ്ടാവുള്ളൂ, എല്ലാ പെർമിഷൻസും താഴെ കിട്ടുകയില്ല. ബിക്കോസ് ഹീ ഈസ് എ സബോർഡിനേറ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് മുകളിൽ സീനിയർ ആയിട്ടുള്ള ആളുടെ ആക്സസ് പെർമിഷൻസ് താഴെയുള്ള ആൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു സബ്സെറ്റ് അല്ല, അതിനേക്കാളും കുറച്ച് പെർമിഷൻസ് മാത്രമേ താഴെയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഒരു റോൾ ഹൈറാർക്കിയുടെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ to enable one role to implicitly include access rights associated with a subordinate role. അപ്പോൾ ഈ ഒരു എഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോജക്റ്റ് ലീഡിൻ്റെ ആക്സസ് റൈറ്റ്സ് എല്ലാം ആർക്കുണ്ട്, ഡയറക്ടറിനുണ്ട്. അത് കൂടാണ്ട് ഡയറക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രിവിലേജസ് അയാൾക്ക് അഡീഷണൽ ആയിട്ടുണ്ടാവും. അതാണ് നമ്മളുടെ ഈ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിങ്ക് ബിറ്റ്വീൻ 2 റോൾസ്, ഇപ്പോൾ 2 റോൾ തമ്മിലുള്ള ലിങ്ക് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ റോൾ അല്ല അപ്പർ റോൾ ഇൻക്ലൂഡ്സ് ഓൾ ദ ആക്സസ് റൈറ്റ്സ് ഓഫ് ദ ലോവർ വൺ ആസ് വെൽ ആസ് ദ ആക്സസ് റൈറ്റ്സ് നോട്ട് അവൈലബിൾ ടു ദ ലോവർ വൺ. അപ്പോൾ ആൾക്ക് ഇല്ലാത്ത കുറച്ച് സ്പെഷ്യൽ പ്രിവിലേജസ് ഇയാൾക്ക് കാണും, പക്ഷേ ഇയാളുടെ എല്ലാ ആക്സസ് റൈറ്റ്സും ആർക്കുണ്ടാവും, ഡയറക്ടറിന് ഉണ്ടാവും. ഇനി അത് കൂടാണ്ട് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് 1 റോൾ ക്യാൻ ഇൻഹെറിറ്റ് ആക്സസ് റൈറ്റ്സ് ഫ്രം മൾട്ടിപ്പിൾ സബോർഡിനേറ്റ് റോൾസ്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ലീഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയർ 1ലേക്കും ക്വാളിറ്റി എഞ്ചിനീയർ 1ലേക്കും ലിങ്ക് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിൻ്റെ ആക്സസ് റൈറ്റ്സ് എല്ലാം പ്രോജക്റ്റ് ലീഡിന് ഉണ്ടാവും, അതുപോലെ തന്നെ ക്വാളിറ്റി എഞ്ചിനീയറിൻ്റെ ആക്സസ് റൈറ്റ്സ് എല്ലാം പ്രോജക്റ്റ് ലീഡിന് ഉണ്ടാവും. ഇനി ഇത് രണ്ടും കൂടാണ്ട് പ്രോജക്റ്റ് ലീഡ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്സസ് റൈറ്റ്സ് അയാൾക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ സിംഗിൾ റോൾ ക്യാൻ ഇൻഹെറിറ്റ് ആക്സസ് റൈറ്റ്സ് ഫ്രം മൾട്ടിപ്പിൾ സബോർഡിനേറ്റ് റോൾസ്. നമുക്ക് നേരെ തിരിച്ചു ഇതിൽ പറയാൻ പറ്റും, ദാറ്റ് ഈസ് മോർ ദാൻ 1 റോൾ ക്യാൻ ഇൻഹെറിറ്റ് ഫ്രം ദ സെയിം സബോർഡിനേറ്റ് റോൾ. ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും ലിങ്ക് എങ്ങോട്ടുണ്ട്, ഈ എഞ്ചിനീയർ 1 എന്ന് പറഞ്ഞ റോളിലേക്കുണ്ട്. അപ്പോൾ ഈ സബോർഡിനേറ്റിൻ്റെ ആക്സസ് റൈറ്റ്സ് എല്ലാം ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയർ റോളിലും കാണും, അതുപോലെ ക്വാളിറ്റി എഞ്ചിനീയർ റോളിലും കാണും. അപ്പോൾ ഒന്നിൽ കൂടുതൽ മോർ ദാൻ 1 റോൾ ക്യാൻ ഇൻഹെറിറ്റ് ഫ്രം ദ സെയിം സബോർഡിനേറ്റ് റോൾ. അപ്പോൾ ഈ ഒരു സബോർഡിനേറ്റിൻ്റെ ആക്സസ് റൈറ്റ്സ് ഇയാൾക്കും കിട്ടും ഇയാൾക്കും കിട്ടും. പക്ഷേ അത് കൂടാണ്ട് പ്രൊഡക്ഷൻ എഞ്ചിനീയർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്സസ് റൈറ്റ്സ് എക്സ്ട്രാ അയാളോടും ഉണ്ടാവും, അതുപോലെ തന്നെ ക്വാളിറ്റി എഞ്ചിനീയറിന് സ്പെസിഫിക് ആയിട്ടുള്ള ആക്സസ് റൈറ്റ്സ് അയാൾക്കും എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോൾ ഹൈറാർക്കീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് RBAC 2, നമ്മളെ തേർഡ് റെഫറൻസ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രെയിൻസ് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ RBACയിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പോളിസീസ് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്ട്രെയിൻസ് അതിനെ കൂടി നമ്മൾ ബേസ് മോഡലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ റോൾസ് തമ്മിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ റോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺസ്ട്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി RBAC കൺസ്ട്രെയിൻസ് 3 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് റോൾസ്, സെക്കൻഡ് ഈസ് കാർഡിനാലിറ്റി ആൻഡ് തേർഡ് ഈസ് പ്രീ റിക്വസിറ്റ് റോൾസ്. ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് റോൾ എന്ന് പറഞ്ഞാൽ ഈ യൂസേഴ്സിന് നമ്മൾ റോൾസുമായിട്ട് അസൈൻ ചെയ്യാൻ മാപ്പ് ചെയ്യുന്നുണ്ട്. ഈ മാപ്പ് ചെയ്യുമ്പം ഒരൊറ്റ റോളുമായിട്ട് മാത്രം നമ്മൾ മാപ്പ് ചെയ്യാം. ഇൻ എ സെറ്റ് ഇൻ എ സെഷൻ, ഒരു പർട്ടിക്കുലർ സെഷനിൽ യൂസറിനെ നമ്മൾ റോൾസിൻ്റെ സെറ്റിൽ നിന്ന് ഒരു റോളുമായിട്ട് മാത്രം മാപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് കൺസ്ട്രെയിൻ്റ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനുള്ളിലെ ഡ്യൂട്ടീസിനെയും കേപ്പബിലിറ്റീസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ റോൾസ് സ്പെസിഫൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂസർ ക്യാൻ ഓൺലി ബി അസൈൻ ടു ഓൺലി 1 റോൾ ഇൻ ദ സെറ്റ്. അപ്പോൾ ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ റോൾ മാത്രം ഒരു ഇൻസ്റ്റൻറ്റിലെ ഒരു സെഷനിൽ നമ്മൾ അസൈൻ ചെയ്യുക. ഇനി സെക്കൻഡ് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എനി പെർമിഷൻ ക്യാൻ ബി ഗ്രാൻഡഡ് ടു ഓൺലി 1 റോൾ ഇൻ ദ സെറ്റ്. അപ്പോൾ പെർമിഷൻ നമ്മൾ ഗ്രാൻഡ് ചെയ്യുമ്പോഴും ഈ സെറ്റിലെ ഒരു റോളിന് മാത്രം പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാം. അപ്പോൾ 2 റെസ്ട്രിക്ഷൻസ് അല്ലെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് റോൾസ് എന്ന് പറയുമ്പോൾ ഒരു യൂസറിന് നമ്മളെ സെറ്റ് ഓഫ് റോൾസിൽ നിന്ന് ഒരു റോൾ മാത്രം ഒരു പർട്ടിക്കുലർ സെഷന് നമ്മൾ അസൈൻ ചെയ്യാം. അത് മാത്രമല്ല പെർമിഷൻസ് അസൈൻ ചെയ്യുമ്പോഴും ഒരു റോളിന് മാത്രം ഈ സെറ്റിൽ നിന്ന് നമ്മൾ പെർമിഷൻസ് അസൈൻ ചെയ്യാം. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് റോൾസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പെർമിഷൻസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു യൂസറിന് തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ റോൾ മാത്രം ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ അസൈൻ ചെയ്യുന്നു. ഇനി അത് മാത്രമല്ല ഒരു റോളിന് ഒരു പെർമിഷൻ മാത്രം ഒരു ടൈമിൽ കൊടുക്കുക. അപ്പോൾ ഇഫ് 2 users were assigned to different roles in the set, then the users have non-overlapping permission while assuming those roles. അപ്പോൾ 2 യൂസേഴ്സിന് 2 ഡിഫറെൻറ്റ് റോൾ നമ്മൾ അസൈൻ ചെയ്തെന്നുണ്ടെങ്കിൽ അവർക്ക് നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പെർമിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് റോൾസ് ഉപയോഗിക്കുന്നതിനുള്ള മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ദ ഡിഫിക്കൽട്ടി ഓഫ് കൊളൂഷൻ അമംഗ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ പല സ്കിൽസുള്ള ജോബ് ഫംഗ്ഷൻസ് ചെയ്യുന്ന ആളുടെ ഇടയ്ക്കോ ഒക്കെ ഈ ഒരു ഒത്തുകളി ഒഴിവാക്കുക. എന്നുവെച്ചാൽ സെക്യൂരിറ്റി പോളിസീസിനെ കടന്നു പോകാൻ വേണ്ടി തടയാൻ വേണ്ടിയുള്ള ഒത്തുകളികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള മെയിനായിട്ടുള്ള ടാസ്ക്, അതിൻ്റെ പർപ്പസ്. സോ പർപ്പസ് ഈസ് ടു ഇൻക്രീസ് ദ ഡിഫിക്കൽട്ടി ഓഫ് കൊളൂഷൻ അമംഗ് ഇൻഡിവിജ്വൽസ്. ഇനി ലാസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് കാർഡിനാലിറ്റി. ഇപ്പോൾ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൗണ്ട് അല്ലെങ്കിൽ നമ്പറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇറ്റ് റെഫേഴ്സ് ടു സെറ്റിംഗ് എ മാക്സിമം നമ്പർ വിത്ത് റെസ്പെക്ട് ടു റോൾസ്. അപ്പോൾ റോൾസുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു നമ്പർ നമ്മൾ കൗണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്യുക, അതാണ് കോർഡിനാലിറ്റിയുടെ പർപ്പസ്. അപ്പോൾ ഒരു കൺസ്ട്രെയിൻ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ പല രീതിയിൽ നമുക്ക് കൺസ്ട്രെയിൻറ്റ് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഒരു കൺസ്ട്രെയിൻറ്റ് പറഞ്ഞേക്കുന്നത് സെറ്റ് എ മാക്സിമം നമ്പർ ഓഫ് യൂസേഴ്സ് ദാറ്റ് ക്യാൻ ബി അസൈൻ ടു എ ഗിവൺ റോൾ. അപ്പോൾ ഒരു പർട്ടിക്കുലർ റോളിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എത്ര പേരെയാണ് അതിനൊരു കൗണ്ടിൽ ലിമിറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുകയാണെങ്കിൽ ഇപ്പോൾ ലീഡർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അങ്ങനെയൊക്കെയുള്ള റോളിലേക്ക് നമുക്ക് റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ കാർഡിനാലിറ്റി ഇപ്പോൾ 1 അല്ലെങ്കിൽ മാക്സിമം ഒരാളെ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാർഡിനാലിറ്റി സെറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു എക്സാമ്പിൾ കൺസ്ട്രെയിൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറെ അഡീഷണൽ ആയിട്ട് പറഞ്ഞേക്കുന്ന 1-2 കൺസ്ട്രെയിൻസ് കൂടെയുണ്ട്. ദറ്റ് ഈസ് നമ്പർ ഓഫ് റോൾസ് ദാറ്റ് എ യൂസർ ഈസ് അസൈൻ ടു. അത് മാത്രമല്ല ദ നമ്പർ ഓഫ് റോൾസ് എ യൂസർ ക്യാൻ ആക്ടിവേറ്റ് ഫോർ എ സിംഗിൾ സെഷൻ. ഒരു സെഷനിൽ ഒരു യൂസറിന് എത്ര റോൾസ് പോസിബിൾ ആവാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് റോൾസ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് എ പർട്ടിക്കുലർ പെർമിഷൻ. അപ്പോൾ ഒരു പെർമിഷൻ നമുക്ക് എത്ര നമ്പർ റോൾസിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ മാക്സിമം നമ്പർ ഓഫ് റോൾസ്, എത്ര റോൾസിന് നമുക്ക് ഒരു പർട്ടിക്കുലർ പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാം, അല്ല കാർഡിനാലിറ്റിയെ ലിങ്ക് ചെയ്തിട്ട്. അപ്പോൾ ഒരു കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. റോൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു കൗണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടി ഈ സിസ്റ്റം കോൺഫിഗർ ചെയ്യുമ്പം അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാനായിട്ട് നമുക്കതിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ ലാസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആണ് പറയാം പ്രീ റിക്വസൈറ്റ് റോൾ. അപ്പോൾ ഇത് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഒരു യൂസർ നമുക്കൊരു പർട്ടിക്കുലർ റോളിൽ അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾക്ക് ഇപ്പം ഓൾറെഡി അത് വേറൊരു സ്പെസിഫൈഡ് റോൾ ഉണ്ടായിരിക്കണം. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു ഹയർ റോൾ ഒരു യൂസർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലോവർ റോൾ ഓൾറെഡി ഈ യൂസറിന് ഉണ്ടായിരിക്കണം. So that is a user can only be assigned to a particular role if it is already assigned to some other specified role. അപ്പോൾ ശരിക്കും നമ്മൾ ലീസ്റ്റ് പ്രിവിലേജിൻ്റെ കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഹയറാർക്കി പറയുകയാണെങ്കിൽ ഒരു സീനിയർ റോളിൽ ഹയർ റോളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ആൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇമ്മീഡിയറ്റ്ലി ജൂനിയർ ആയിട്ടുള്ള റോൾ ഓൾറെഡി ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് അസൈൻഡ് ആയിരിക്കണം. അപ്പോൾ ലോവർ റോളുള്ള ആൾക്ക് ഹയർ റോള് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രീ റിക്വസൈറ്റ് റോൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
ഇവിടെ നമ്മൾ ഈ പ്രോജക്റ്റ് ലീഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ സബോർഡിനേറ്റ് റോളാണ്, അതുപോലെ തന്നെയാണ് ക്വാളിറ്റി എഞ്ചിനീയർ എന്ന് പറയുന്നത്, അതും ഒരു സബോർഡിനേറ്റ് റോളാണ്. അപ്പോൾ ഈ 2 റോൾസിലുള്ള ഒരാളെയാണ് നമ്മൾ നോർമലി ഈ ഹയർ റോളിലേക്ക് അല്ലെങ്കിൽ ഹയർ ആക്സസ് പെർമിഷനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുള്ളൂ. അപ്പോൾ പ്രോജക്റ്റ് ലീഡ് എന്ന് പറയുന്ന റോൾ ആൾക്ക് അസൈൻ ചെയ്യണമെങ്കിൽ ആൾക്ക് ഫസ്റ്റ് എന്താ ഉണ്ടായിരിക്കണം, ഈ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ് റോള് ആൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പ്രോജക്റ്റ് ലീഡിന് അയാളുടെ ഫുൾ ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഈ പർട്ടിക്കുലർ ലീഡായിട്ടുള്ള ആളുടെ എല്ലാ പെർമിഷൻസും വേണ്ട എന്നുള്ള സിറ്റുവേഷൻ വരികയാണ് ഒരു പർട്ടിക്കുലർ ടാസ്കിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്ക് ഈ സബോർഡിനേറ്റ് റോളിൻ്റെ ആക്സസ് പെർമിഷൻസ് മാത്രം വേണമെന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ റിക്വയർഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നുവെച്ചാൽ ഈ ലീഡിൻ്റെ കംപ്ലീറ്റ് പെർമിഷൻ ആ യൂസറിന് ആവശ്യമില്ലാത്ത സിറ്റുവേഷനിൽ സബോർഡിനേറ്റിൻ്റെ പെർമിഷൻസ് മാത്രമേ ആക്സസ് ആവശ്യമുള്ളൂ എങ്കിൽ അത് ഉപയോഗിച്ച് വേണമെങ്കിലും ആൾക്ക് പ്രോസസ്സിങ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം. So that is if user does not need all the permissions of the project lead role for a given task, the user can invoke a session using only the required subordinate role. ഇപ്പോൾ ഈ സബോർഡിനേറ്റ് റോൾ ആണ് വേണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇൻവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ സബോർഡിനേറ്റ് റോൾ ആണെങ്കിൽ അത് ഉപയോഗിച്ച് ഇൻവോക്ക് ചെയ്യുക. അപ്പോൾ ഈസ് ആർ റോൾ ഓഫ് RBAC റെഫറൻസ് മോഡൽസ്. അപ്പോൾ RBAC റെഫറൻസ് മോഡൽസ് 4 നമ്മൾ പറഞ്ഞത്. RBAC 0, 1, 2, 3. 0 എന്ന് പറഞ്ഞ ബേസ് മോഡലായിരുന്നു. 1 ആയിരുന്നപ്പോൾ നമ്മൾ റോൾ ഹയറാർക്കി കൂടി നമ്മൾ അതിലൂടെ ആഡ് ചെയ്തു. 2 ആയിരുന്നപ്പോൾ കൺസ്ട്രെയിൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇനി 3 എന്ന് പറയുമ്പോൾ ഇത് 3ൻ്റെയും എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തതാണ് RBAC 3 റെഫറൻസ് മോഡൽ. സോ ദാറ്റ്സ് ഓൾ ഓഫ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ.